ഹലോ ഫ്രണ്ട്സ്, ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭൂമി ഭയങ്കര ടെൻഷനിലും വിഷമത്തിലുമാണ് ഇരിക്കുന്നത് കേട്ടോ. കാരണം അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചില തെളിവുകളെല്ലാം വേണമല്ലോ. അതിനുവേണ്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴും അജയ് ശരിക്ക് വഴക്ക് പറഞ്ഞാണ് വിട്ടത്. ആ സങ്കടത്തിലാണ് കേട്ടോ. അപ്പോൾ അന്ന് രാത്രി തന്നെ നമ്മുടെ ഭൂമിയാണെങ്കിൽ മുറിക്കകത്ത് നിന്ന് ചായയൊക്കെ ഇട്ട് മുറിയിലേക്ക് വരുന്ന സമയത്ത് ആലോചിക്കുന്നുണ്ട്. അച്ഛനും അമ്മയും ഭൂമിയും കൂടെ ഒരുമിച്ച് നിന്ന് ചായ കുടിക്കുന്നതും ഓരോ തമാശകൾ പറയുന്നതും ഒക്കെ. അന്നേരം മുറിക്കകത്തിരിക്കുന്ന അലമാരയുടെ ഡോർ ചെറുതായിട്ടൊന്ന് തുറക്കാട്ടോ. അപ്പോഴാണ് ഭൂമി ഒരു കാര്യം ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പം ഭൂമി ചായയും കൊണ്ട് വെച്ചിട്ട് ഭൂമിയുടെ ഒരു ഫ്രണ്ട് സുമയുടെ ഒരു കോള് വരുന്നുണ്ട്. സുമ പറയുന്നുണ്ട്, എടി കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, എനിക്ക് വരാനൊന്നും സാധിച്ചില്ല, എന്നോട് ക്ഷമിക്കണമെന്ന് പറയാം. സാരയില്ലടി, അതൊന്നും കുഴപ്പമില്ല. നീ ഇപ്പോൾ എന്തായാലും എന്നെ വിളിച്ചത് വളരെ നന്നായി. കാരണം എൻ്റെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്താടി കാര്യം? അല്ല, നമ്മളെ പഠിപ്പിച്ചില്ലേ സാറ്, ശങ്കരനാരായണൻ സാറ് ക്രിമിനോളജി പഠിപ്പിച്ചിരുന്ന ആ സാറിൻ്റെ നമ്പറും ഡീറ്റെയിൽസൊക്കെ എനിക്ക് തരാമോ? എനിക്കൊന്ന് പോയി കാണാനാ. എന്തിനാടി അത്യാവശ്യം? അപ്പോൾ കാര്യങ്ങളെല്ലാം രഹസ്യമായിട്ട് ഭൂമി കൂട്ടുകാരിയോട് പറയൂട്ടോ. അപ്പോഴാണ് ഈ അലമാരയുടെ ഡോറ് ഒന്ന് അടയുന്നത് പോലെ തോന്നുന്നത്. നോക്കുമ്പോൾ അലമാര തുറന്ന് വരിക കേട്ടോ. അതിനകത്ത് നിറച്ചും കുത്തി കയറ്റി വച്ചേക്കാണ് തുണികൾ. അപ്പോൾ ഭൂമി മനസ്സിൽ വിചാരിക്കുകയാണ്, അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം അടുക്കി പിറക്കി എന്ത് വൃത്തിയായിട്ട് ഇവിടെ വെച്ചേക്കായിരുന്നെന്ന്. എന്തായാലും ഇനിയിപ്പം അലമാര ഒന്ന് അടുക്കി വെക്കാമെന്ന് പറഞ്ഞാൽ അതിലുള്ള തുണികളെല്ലാം പറക്കി കട്ടിലേക്ക് വാരിയിടാണ്, ഒന്നേന്ന് അടുക്കി വെക്കാനായിട്ട്. അപ്പോഴാണ് അതിനകത്തുനിന്ന് ഒരു കത്ത് താഴേക്ക് വിടുന്നത്. ഇതെന്താ ഈ കത്ത്? അത് തുറന്ന് വായിക്കുന്ന ഭൂമി അന്തം വിട്ടുപോകട്ടോ. അച്ഛൻ എഴുതി വച്ചിരിക്കുന്നത് മോൾക്ക് വേണ്ടിയിട്ട്. മോളെ, ഞാൻ ഏത് നിമിഷവും കൊല്ലപ്പെടാം. എൻ്റെ പുറകിലൊരാളുണ്ട്. ഞാൻ അങ്ങനെ ഒരു ആപത്ത് ഘട്ടത്തിൽ കൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിരിക്കുകയാണ്. അങ്ങനെ അത് വായിച്ചു കഴിയുമ്പോൾ ഭൂമി ഞെട്ടിത്തരിച്ചു പോവാട്ടോ. ഭൂമിയുടെ ആകെ കൺട്രോൾ മുഴുവനും പോയി. അച്ഛന് അപ്പോൾ നേരത്തെ അറിയാമായിരുന്നോ അച്ഛനെ പിന്നിലൊരു കൊലയാളി ഉണ്ടെന്ന്, അച്ഛൻ മരണപ്പെടുമെന്ന്? അതെന്താവും കാര്യം? അച്ഛൻ എന്തുകൊണ്ടാവും അങ്ങനെ പേടിച്ചത്? ഇതാരാണ് എന്നൊക്കെ പറഞ്ഞ് ഭൂമി ആകെ തകർന്നു പോയി. ഇത് എൻ്റെ അമ്മയെ രക്ഷിക്കാനുള്ളൊരു തെളിവാവോ അച്ഛൻ എഴുതി വെച്ചത്? അങ്ങനെയൊക്കെ പറഞ്ഞ് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് കത്ത് വായിച്ചിട്ട് അച്ഛൻ അത്രയും പേടിച്ചായിരുന്നല്ലോ ജീവിച്ചിരുന്നതെന്ന് ആലോചിച്ചിട്ട്. അന്നേരം ഇവിടെ സൗഭാഗ്യപുരത്താണെങ്കിലും അഞ്ജന ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം കഴിച്ച് ആകെ എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണ്. ഉള്ള എരിയെല്ലാം വാരിയിട്ട് വായി വയ്ക്കാൻ വയ്യാണ്ടാണല്ലോ ഉണ്ടാക്കി വെച്ചത്. അജയിനെ കൊണ്ട് തിരിപ്പിക്കുകയും ചെയ്ത് അജയ് അത് ഇഷ്ടപ്പെട്ടില്ല. മുത്തശ്ശിക്ക് മനസ്സിലായി അത് കൊള്ളത്തില്ല എന്ന്. എല്ലാവരും കഴിച്ചപ്പോഴും മനസ്സിലായി. എല്ലാവരും കൂടെ തിരിച്ച് അഞ്ജനയെ കൊണ്ട് അത് തീറ്റിപ്പിക്കുകയും ചെയ്യാം കേട്ടോ. അതോടുകൂടി അഞ്ജനയ്ക്ക് മനസ്സിലായിട്ടുണ്ട് താൻ ഉണ്ടാക്കിയ ഭക്ഷണം അത്ര നല്ലതല്ല എന്ന്. അങ്ങനെ എല്ലാവരും കൂടെ ദേഷ്യം പിടിച്ച് എണീറ്റ് പോകുന്ന സമയത്ത് ഭവാനി കുറേ വഴക്ക് കൊടുക്കുന്നുണ്ട്. എടി, എല്ലാം കൊണ്ട് കുളമാക്കിയല്ലോ നീ, ഇങ്ങനെയാണോ ഇവിടെ ഉണ്ടാക്കുന്നതെന്ന്. അമ്മ, ഞാൻ അജയനെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, ഇങ്ങനെയാണോ ഇമ്പ്രസ് ചെയ്യിക്കണമെന്ന് പറഞ്ഞു വഴക്കം കൊടുക്കുന്നുണ്ട്. അമ്മ, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. പക്ഷേ സംഗീതം വന്ന് മോളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അഞ്ജനെ, നീ വിഷമിക്കേണ്ട മോളെ, നമുക്ക് ഇനി നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി അജയന് കൊടുക്കാമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ ഡിന്നറെല്ലാം കഴിഞ്ഞിട്ട് വന്ന് ഹാളിൽ വന്ന് എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സൗഭാഗ്യ മുത്തശ്ശി സംസാരിക്കുകയാണ് ഭൂമിയെക്കുറിച്ച്. പാവം, അവളുടെ കാര്യം വലിയ കഷ്ടമാണല്ലോ. എത്രയും വേഗം അവളുടെ അമ്മയെ ഒന്ന് ഇറക്കിക്കൊണ്ട് വരാൻ പറ്റില്ലേ മോനെ അജയ് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അജയ് പറയുന്നുണ്ട്, ആഗ്രഹമുണ്ട്, പക്ഷേ തെളിവുകളൊക്കെ അവർക്കെതിരല്ലേ, അതുകൊണ്ടല്ലേ എന്ന് പറയാം. അവിടെ നിന്നും കൊണ്ട് ഭവാനി പറയാണ്, അവർ തെറ്റ് ചെയ്തിട്ടല്ലേ അകത്ത് കിടക്കുന്നത്, പിന്നല്ലാതെ തെറ്റ് ചെയ്ത് കൊല്ലാൻ പോയിട്ടല്ലേ എന്നൊക്കെ പറയാം. അപ്പോൾ ഇവർക്ക് ദേഷ്യം വരുന്നുണ്ട്, ഭവാനി എന്താ ഇങ്ങനെ സംസാരിക്കണേന്ന്. അപ്പോൾ അങ്ങനെയല്ല, സത്യം പറയണം മോനെ, 1000 നിരപരാധികൾ കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണല്ലോ. അതുകൊണ്ടാണ് കോടതിയിൽ ചെറിയ ചെറിയ തെളിവുകൾ പോലും കണക്കിലെടുക്കാത്തത്, മനസ്സിലായ? അതുകൊണ്ട് എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഇതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചതെന്ന് നീ കണ്ടുപിടിക്കണം. അത് നിൻ്റെ കഴിവാണ്. അതിന് വേണ്ടുന്ന എന്ത് സഹായവും ഞാനും നിനക്ക് ചെയ്തു തരും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഭവാനിക്ക് പിടിക്കണില്ല. ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. അന്നേരം നമ്മുടെ മാധവൻ അജയൻ്റെ അച്ഛനും പറയാണ്, മോനെ, ഇതിലൊരു തെളിവ് കണ്ടുപിടിച്ചേ പറ്റൂ. പാവം, അവരത് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പാണെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരണം. എന്നിട്ട് ആരാണ് അച്യുതനെ കൊന്നത് അവരെ കണ്ടുപിടിക്കുകയും വേണം. അതെ, ചെയ്യണം, എനിക്കും ആഗ്രഹമുണ്ട്. എത്രയും വേഗം അത് ഞാൻ കണ്ടുപിടിക്കും അന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഭൂമിയുടെ കോള് വരുന്നത് കേട്ടോ. ഭൂമിയാണ് എന്നെ വിളിക്കുന്നതെന്ന്. ഭൂമി പറയുന്ന കാര്യം കേട്ടോ അജയ് ഞെട്ടി പോവാട്ടോ. എന്താ പറഞ്ഞത്? കത്തോ? എന്ത് കത്ത്? ശരി, നീ ഒരു കാര്യം ചെയ്യും, എന്താ അതിലുള്ളത് വായിക്ക്. അത് ഞാൻ ഫോണിൽ കൂടെ വായിക്കുന്നില്ല സാർ, ഞാൻ എന്തായാലും സ്റ്റേഷനിലേക്ക് ഈ കത്തും കൊണ്ട് വന്നോളാം എന്ന് പറയാം. എന്നാലൊരു കാര്യം ചെയ്ത് നീ സ്റ്റേഷനിലേക്ക് വാ, ഞാനും സ്റ്റേഷനിലേക്ക് വന്നോളാം എന്ന് പറഞ്ഞിട്ട് അജയ് ഫോൺ വെച്ചിട്ട് ഇവരോടെല്ലാം പറയാം, ഞാൻ ഇന്ന് സ്റ്റേഷൻ വരെ പോവാം, ഭൂമിയാണ് വിളിച്ചത്, എന്തോ കത്ത് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്.
അച്യുതനെ എഴുതി വെച്ചതാന്ന് തോന്നുന്നു. എന്നാൽ പിന്നെ അത് തെളിവാവുമല്ലോ. അത് കേൾക്കണ സമയത്ത് ഇവിടെ ഭവാനിക്ക് ഇരിപ്പുറപ്പില്ല കേട്ടോ. എങ്ങനെയെങ്കിലും ആ രാത്രി അജയനെ സ്റ്റേഷനിലേക്ക് വിടാൻ പാടില്ല. ബാക്കി എല്ലാവരും പറഞ്ഞിട്ട് മോനെന്നാ ഓടിച്ചെല്ലെന്ന്. പക്ഷേ ഭവാനി നേരെ ഓടിച്ചെല്ലുന്നത് മോളെടുത്താട്ടോ. അഞ്ജനയ്ക്ക് കുറേ വഴക്ക് കൊടുക്കുന്നുണ്ട്. എടി നീ ഇങ്ങനെ ഇവിടെ ഗെയിമും കളിച്ചിരുന്നോ? ഒരു ഉത്തരവാദിത്വം ഇല്ലേടി നിനക്ക്? എന്താ അമ്മ ഈ പറയുന്നേ? അല്ലെന്ന് എടി അജയ് ഇപ്പം ദേ ഇത്തിരി നേരം എല്ലാവരോടും സന്തോഷിച്ചിരുന്നതാ. പെട്ടെന്ന് ആ ഭൂമിയുടെ കോള് വന്നു. ഉടനെ ദേ ഇറങ്ങിപ്പോയി. ആണോ? അതെ. എന്തിനാ പോയത്? അവളെ കാണാൻ. അല്ലാതെ എന്തിനാ? അവൾ വിളിച്ച ഉടനെ അവൻ ചാടി ഇറങ്ങി പോകുന്നുണ്ട്. അത് തടയേണ്ടത് നിൻ്റെ കാര്യമല്ലേ? നീ അല്ല അവൻ്റെ കൂടെ ഇതൊക്കെ നോക്കി നിൽക്കേണ്ടത്. ആഹാ, എന്നാൽ പിന്നെ ഞാൻ അങ്ങനെ അവനെ വിടില്ല. വിടരുത്. ഇന്നത്തെ രാത്രി അവനെ പുറത്ത് വിടരുത്. അത് നിൻ്റെ കഴിവാണ്. നീ അങ്ങോട്ട് ചെല്ലെന്ന് പറയാം. പിന്നൊരു കാര്യം, എപ്പോഴും ഭൂമിയുടെ കാര്യം നീ അവനോട് പറയില്ലേ. പിന്നെ അത് അവനൊരു കോളാവും. മനസ്സിലായ? വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് തടഞ്ഞു നിർത്തണം. ആ ശരി. അങ്ങനെ പോവാനിറങ്ങിയ അജയനോട് പോയി തടസ്സപ്പെടുത്തുക. അജയ്, ഈ പാതിരാത്രി നീ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ നിന്നെ എങ്ങോട്ടും വിടില്ല. ഒന്ന് മാറിക്കാൻ അഞ്ജനെ. നിനക്ക് എൻ്റെ ഡ്രസ്സ് കണ്ടാൽ അറിയില്ല ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. കാക്കി വേഷമിട്ട് ഇറങ്ങുന്ന ആൾ പിന്നെ എങ്ങോട്ട് പോകാനാന്നൊക്കെ പറഞ്ഞ് അജയ് ദേഷ്യപ്പെടുക. ഇവിടെ ഇത്രയും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും ടെൻഷനുള്ള ജോലിയൊക്കെ നീ എടുക്കാണ്ട് അതൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഈ ജോലിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നീ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യ്. എന്നിട്ട് നമുക്ക് വിവാഹമൊക്കെ കഴിച്ച് എന്നിട്ട് കുട്ടികളൊക്കെ ഉണ്ടായി സന്തോഷത്തോടു കൂടി എന്നിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നീടാണ് അജയ് കളിയാക്കുകയാണെന്ന് അഞ്ജനയ്ക്ക് മനസ്സിലാവണം കേട്ടോ. അങ്ങനെ അഞ്ജന വഴക്ക് പറഞ്ഞിട്ട് നീ എന്താടാ എന്നെ കളിയാക്കണോ? നിന്നെ ഞാൻ ഈ രാത്രി എങ്ങോട്ടും വിടില്ല. നിനക്ക് തലയ്ക്ക് വല്ല സുക്കേടുണ്ടോ? നിൻ്റെ അമ്മയോട് പറ നിന്നെ കൊണ്ട് സൈക്യാട്രിസ്റ്റിനെ കാണിക്കാൻ. അല്ലാതെ വേറെ വഴിയില്ല. മാറി നിൽക്കടി എന്ന് പറയാം കേട്ടോ. അവിടെ നിന്നുകൊണ്ട് ഭവാനി കണ്ണ് കാണിക്കുകയാണ് ഒരു തരത്തിലും അവനെ വിടരുതെന്ന്. അപ്പോൾ എങ്ങനെയെങ്കിലും വിടാതിരിക്കാൻ വേണ്ടിയിട്ട് അജയിൻ്റെ പുറകെ ഇറങ്ങി ചെല്ലണമെന്ന് കാല് വഴുത് കേട്ടോ. പടിയിൽ ദാ കിടക്കണ താഴെ. അങ്ങനെ അജയ് ഓടി വന്ന് പൊക്കി എടുക്കുന്നുണ്ട് മോളെ അഞ്ജനയെന്നൊക്കെ പറഞ്ഞോട്ട്. ഭവാനി എല്ലാവരും ഓടി വന്നു. വിളിയും ബഹളവും കരച്ചിലും ഒക്കെ ആയിട്ട് സത്യനുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ കാറെടുത്ത് അതിനകത്തേക്ക് ഈ അഞ്ജനയും കയറ്റിക്കൊണ്ട് ആശുപത്രിയിലേക്ക് പോവാണ്. സത്യനും അജയും ഉണ്ട്. അന്നേരം സംഗീതയാണെങ്കിൽ പെട്ടെന്ന് പറയണം ഭവാനിയും കൂടെ വന്നോട്ടെ. വേണ്ട അപ്പച്ചി ഇവിടെ നിന്നോട്ടെ, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാമെന്ന് പറഞ്ഞ് പോവുക. അങ്ങനെ ഭവാനി അവിടുന്ന് കരഞ്ഞും കൊണ്ട് നിൽക്കുമ്പോൾ സംഗീത സമാധാനപ്പെടുത്തുന്നുണ്ട്. നീ ഒന്നും വിഷമിക്കണ്ട, ഒന്നും വരില്ല എന്ന്. ഭവാനി നേരെ ഫോണെടുത്ത് ആ കമാലിനെ വിളിക്കുക കേട്ടോ. നീയേ ഒരു കാര്യം ചെയ്യണം. ആ ഭൂമി അച്യുതൻ എഴുതിയ എന്തോ കത്ത് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു നേരെ സ്റ്റേഷനിലേക്ക് പോന്നിട്ടുണ്ട്. ഒരു കാരണവശാലും നീ അവളെ ഇങ്ങോട്ടേക്ക് വിടരുത്. തടഞ്ഞു നിർത്തിക്കൊള്ളണം. മനസ്സിലായോ? അല്ലെങ്കിൽ ആ കത്തെങ്കിലും നിൻ്റെ കയ്യിലാക്കണം. ശരി എന്നും എന്തായിരിക്കും ആ കത്തിനകത്ത്? അതൊന്നും എനിക്കറിയത്തില്ല. അവളെ ഒരു കത്ത് കിട്ടിയിട്ടുണ്ടെന്നേ പറഞ്ഞോളൂ. ഇനി നമുക്കെതിരെ എന്തെങ്കിലും തെളിവാണോ? ഒന്നും അറിയില്ലല്ലോ. നീ ഇപ്പം തന്നെ അവളെ പുറകെ ചെല്ലുന്നു. അങ്ങനെ ഭൂമി അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് നേരെ സ്റ്റേഷനിലേക്ക് പോരുക കേട്ടോ. ആ സമയത്ത് കമാൽ തൊട്ട് പുറകിലുണ്ട്. കുറേ ആവുമ്പോഴത്തേക്കും ഭൂമിക്കൊരു സംശയം തോന്നുന്നുണ്ട്. ഇതാരാ? കുറേ ആയല്ലോ എന്നെ ഫോളോ ചെയ്യുന്നു. എന്തിനാവും? ഇയാളാവോ എന്നെ അച്ഛൻ്റെ കൊലപാതകി? ഇയാൾ ഇനി എന്നെ ഫോളോ ചെയ്യുന്നതാവോ എന്നൊക്കെ ഭയങ്കരമായിട്ട് ഭൂമിക്ക് വല്ലാത്തൊരു സംശയം തോന്നുന്നുണ്ട്. ഗ്ലാസ്സിൽ കൂടെ നോക്കുകയും ചെയ്യുന്നുണ്ട്. ഭൂമി വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കുമ്പോൾ അയാളും കുറയ്ക്കുന്നുണ്ട്, കൂട്ടുമ്പോൾ അയാളും കൂട്ടുന്നുണ്ട്. പോകുന്ന വഴി തന്നെയാണ് വരുന്നത്. അപ്പോൾ ഭൂമിക്ക് നല്ല സംശയം കേട്ടോ. ഭൂമി ഏതോ ഒരു സ്ഥലത്തെത്തുമ്പം വഴി തിരിച്ച് പോവുകയാണ്. അന്നേരം ഇയാൾക്കൊരു സംശയം. കമാൽ മനസ്സിൽ വിചാരിക്കുക, ഇവളപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്കല്ലേ പോകുന്നത്, അങ്ങോട്ടല്ല ആ വഴി അല്ലല്ലോ എന്ന് പറഞ്ഞ് സംശയിച്ചിരിക്കാട്ടോ. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്